എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ബോബി ചെമ്മന്നൂർ നടത്തിയ ധനസമാഹരണത്തിന്റെ വാർത്തകൾ 34 കോടി അദ്ദേഹം പിരിച്ച വാർത്തകൾക്ക് വന്ന സമയത്താണ് നിമിഷപ്രിയയുടെ കാര്യം വന്നത്. യമനിൽ വധശിക്ഷയ്ക്ക് കാത്തു നിൽക്കുന്ന നിമിഷപ്രിയയുടെ കേസിട്ട് വന്നത്. എന്തുകൊണ്ട് നിമിഷപ്രിയയെ സഹായിക്കില്ല എന്നുള്ളത്. പിന്നെ അതിന്റെ തൊട്ട് താഴെ കുറേ മോശം കമന്റുകൾ ഇങ്ങനെ ഒരുപാട് ഇത് സോഷ്യൽ മീഡിയയിൽ വന്നു തുടങ്ങി നിമിഷപ്രിയയെ കുറിച്ച്. അതില് കേസിന്റെ ഇതൊക്കെ കൊണ്ടുവന്നിട്ടാണ് അവര് വേറൊരു യമൻ പൗരനെ വിവാഹം കഴിച്ച് അവരുടെ സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നുണ്ടായിരുന്നെന്നും പറഞ്ഞിട്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനും ആ കുറെ കമന്റുകൾ അവരെ പറ്റി മോശം. നാട്ടിൽ ഭർത്താവും കുട്ടിയുള്ള അവര് സ്വത്തിന് വേണ്ടിയിട്ട് അവിടെ പോയിട്ട് യമൻ പൗരനെ കല്യാണം കഴിച്ച് അദ്ദേഹത്തിന് കൊന്നതായിട്ടുള്ള കഥകളാണ് സോഷ്യൽ മീഡിയയിൽ മിക്ക കമന്റുകളിലും വായിച്ചു തുടങ്ങുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെയാണോ? നിമിഷപ്രിയയുടെ കഥ അങ്ങനെ തന്നെയാണോ? നമുക്ക് നോക്കാം. തൊടുപുഴ സ്വദേശിയായ ടോമി നേഴ്സായ ഭാര്യയും കൂടി 2012 യമനിലേക്ക് പോകുന്നു. നിമിഷപ്രിയ എന്നാണ് ഭാര്യയുടെ പേര്, ടോമിയുടെ ഭാര്യയുടെ പേര്. നിമിഷപ്രിയ ഒരു ക്ലിനിക്കിൽ ജോലിക്ക് കയറുകയും ടോമി സ്വകാര്യ സ്ഥാപനത്തിലേക്ക് ജോലിക്ക് കയറുകയാണ് ചെയ്തത്. ഈ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ചെലവുകളൊക്കെ ഇതായതുകൊണ്ട് തന്നെ അവർക്ക് 1-2 വർഷം പിടിച്ചു നിന്ന് എന്തെങ്കിലും ചെയ്യണം. ഇപ്പൊ ആ വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല എന്ന് മനസ്സിലാക്കി അവർ ഒരു സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നത്. അപ്പോഴാണ് അവിടെ നിന്ന് പരിചയപ്പെട്ട തലാൽ അബ്ദുൾ മെഹദി എന്ന് പറഞ്ഞ ഒരു യമൻ പൗരനെ പരിചയപ്പെടുകയും അയാളോട് സഹായം ചോദിക്കുകയും ചെയ്യുന്നത്. അതായത് അവിടെ യമനിൽ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ, ഒരു ക്ലിനിക്കൊക്കെ തുടങ്ങണമെങ്കിൽ യമൻ പൗരന്റെ സഹായം കൂടി വേണം. അല്ലാതെ അവർക്ക് പുറമെ വന്നുള്ള ആളുകൾക്കൊന്നും അങ്ങനെ തുടങ്ങാൻ പറ്റില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ സഹായം കൂടി ചോദിച്ചു. അദ്ദേഹം പാർട്ട്ണർഷിപ്പിൽ തുടങ്ങാമെന്നും സമ്മതിക്കുകയും ചെയ്തു. ബിസിനസിന്റെ ആവശ്യത്തിനായി കൂടുതൽ പണത്തിന് വേണ്ടിയിട്ട് തന്നെ അവര് ടോമിയും നിമിഷപ്രിയയും നാട്ടിലേക്ക് വരികയും അതിനുശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിമിഷപ്രിയ തിരിച്ച് യമനിലേക്ക് പോവുകയും ടോമി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയും അതിനിടയിൽ യമൻ സൗദി യുദ്ധം വരികയും ടോമിക്ക് പോകാൻ പറ്റാതാവുകയും ചെയ്യും. ക്ലിനിക്കിൽ നിന്ന് കൂടുതൽ വരുമാനം കിട്ടിത്തുടങ്ങിയതോടുകൂടി നമ്മുടെ തലാൽ എന്ന് പറഞ്ഞ പുള്ളിയുടെ സ്വഭാവം മാറാൻ തുടങ്ങി. അതായത് നമ്മുടെ യമൻ പൗരന്റെ സ്വഭാവം മാറാൻ തുടങ്ങി. അവിടെ നിന്ന് അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. അതായത് നിമിഷപ്രിയയെ അവിടെ ഒരു ജോലിക്കൊരു യമൻ നേഴ്സ് ഉണ്ടായിരുന്നു, ഹനാൻ എന്നായിരുന്നു പേര്. ഇതിന് ഉപദ്രവിക്കാൻ തുടങ്ങി, അവരെ തല്ലാൻ തുടങ്ങി, ശാരീരികവും മാനസികവുമായി ഉപദ്രവിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ നിമിഷപ്രിയയുടെ വിസയുടെ കാലാവധി തീരാറായെന്നും പറഞ്ഞ് അവരെ പാസ്പോർട്ട് പിടിച്ചു വെച്ചു. അവരെ വളരെ മോശമായ രീതിയിൽ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ഇവരെ അതായത് ശരിക്കും പറഞ്ഞാൽ നിമിഷപ്രിയയുടെ സ്വത്ത്, അതായത് പങ്കാളിയുടെ സ്വത്ത് ഇതൊക്കെ എടുക്കാൻ വേണ്ടി ഒരു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് നേടിയെടുത്തു മറ്റേ യമൻ പൗരൻ, അതായത് തലാൽ എന്ന് പറഞ്ഞത്. അദ്ദേഹം തട്ടിയെടുത്തിന് അതിന് വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ തട്ടിയെടുക്കാൻ നോക്കി. ഇവര് ശാരീരികമായി ഉപദ്രവിക്കുകയും മാനസികമായി ഉപദ്രവിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് അവിടുന്ന് ഇപ്പോ നിമിഷപ്രിയക്ക് രക്ഷപ്പെടാനാണെന്നുണ്ടെങ്കിൽ ആകെ പാസ്പോർട്ട് യമൻ പൗരന്റെ കയ്യിലായിപ്പോയി, അതായത് തലാലിന്റെ കയ്യിലായിപ്പോയി. അത് കൈപ്പിടി ഒതുക്കി വെച്ചിരിക്കുക. അപ്പൊ അവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴിയില്ല. ജീവൻ രക്ഷിച്ചാൽ മതി എന്നുള്ള അവസ്ഥയിൽ നിമിഷപ്രിയ എത്തിയ സമയത്താണ് ഇത് വേറൊരു വഴിയില്ല. അപ്പൊ പാസ്പോർട്ട് അയാളുടെ കയ്യിലായിപ്പോയി. അപ്പോഴാണ് അവിടുത്തെ മറ്റേ സുഹൃത്തായ, അതായത് കൂടെ ജോലി ചെയ്യുന്ന നേഴ്സ് ഹനാൻ ഉപദേശിച്ചു കൊടുത്തതും നമുക്ക് എങ്ങനെയും പാസ്പോർട്ട് തട്ടിയെടുത്ത് രക്ഷപ്പെടാം. അപ്പൊ മയക്കുമരുന്ന് കൊടുത്ത് നോക്കാം, മയക്കുമരുന്ന് കൊടുത്ത് ഇതാക്കാം, എന്നിട്ട് അവിടുന്ന് പാസ്പോർട്ട് തട്ടിയെടുത്ത് നമുക്ക് ഒന്ന് രക്ഷപ്പെടാമെന്ന് അവര് തമ്മിൽ
അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതും രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ നോക്കുന്നു. മയക്കുമരുന്ന് കൊടുക്കും. പക്ഷെ അതിന്റെ ഡോസ് അല്പം കൂടിപ്പോയി. ഡോസ് കൂടിപ്പോയപ്പോൾ ആണ് അദ്ദേഹം മരണപ്പെട്ടത്. പിന്നെ വെപ്രാളമായി ഇതായി. ശരിക്കും പറഞ്ഞാൽ അതിന് ശേഷമാണ് ഈ കേസ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയത്. അതായത് കേസിൽ ഇത്രയും ഇത് വന്നത്. ഇദ്ദേഹം മരിച്ച അതായത് സൗദി ക്ഷമിക്കുക, യമൻ പൗരൻ മരിച്ച രീതിയിൽ ഇവരെന്ത് ചെയ്ത് അത് അയാളെ വെട്ടി നുറുക്കിയിട്ട് വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയി കവറിന്റെ അകത്താക്കി വാട്ടർ ടാങ്കിൽ കൊണ്ടിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന സമയത്ത് അതിർത്തിയിൽ വെച്ചാണ് നിമിഷപ്രിയ പിടിക്കപ്പെടുന്നത്. സംഭവങ്ങളൊക്കെ നടക്കുന്നത് 2017 അന്ന് എല്ലാ ഇതിലും ന്യൂസിലും നമ്മുടെ ന്യൂസ് പ്രിയയുടെ ഇത് വന്നിരുന്നു, സ്റ്റോറികളെല്ലാം വന്നിരുന്നു. പക്ഷെ അപ്പോഴും ബാക്കി വിചാരണ കോടതി 2018 വധശിക്ഷ വിധിക്കുകയും അത് സുപ്രീം കോടതി 2022 അങ്ങാണ്ടും വധശിക്ഷ ശരിവെക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മുടെ അബ്ദുൾ റഹീമിന്റെ കാര്യം വന്നപ്പോഴാണ് വീണ്ടും നിമിഷപ്രിയയുടെ ഇതിന് വന്നത്. ഇതില് നിമിഷപ്രിയക്ക് മാത്രമാണ് വധശിക്ഷ വന്നേക്കുന്നത്. മറ്റേ കൂടെയുള്ള സുഹൃത്തായ നേഴ്സായ അനാന് വന്നേക്കുന്നത് ജീവപര്യന്തമാണ്. ഇനി എന്തുകൊണ്ട് അബ്ദുൾ റഹീമിനെ രക്ഷിച്ച പോലെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ ഇതാക്കാൻ പറ്റുന്നില്ല, അല്ലെ നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം കൂടി പറയാം. ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ യമനിൽ ഇന്ത്യൻ എംബസി എന്ന് പറഞ്ഞതില്ല. നമ്മുടെ അബ്ദുൾ റഹീമിന്റെ കാര്യത്തിലാണെങ്കിൽ കൊല്ലപ്പെട്ട അനസിന്റെ കുടുംബം മാപ്പ് നൽകി, അതായത് ദിയാദാനം, അതായത് ബ്ലഡ് മഡ് മാപ്പ് നൽകാൻ തീരുമാനിച്ചു. പക്ഷെ നിമിഷപ്രിയയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അങ്ങനെയുള്ള ഇത് യമൻ സർക്കാരിന് പോലും ഇടപെടാൻ പറ്റില്ല. തലാൽ അബ്ദുൾ മെഹദിയുടെ കുടുംബം തന്നെ വിചാരിക്കണം. അവർ പറയുന്നത് എന്താണെന്ന് അറിയുമോ? ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് കേസുകളുണ്ട്, ക്രിമിനൽ കേസുകളെല്ലാം യമനിലുണ്ട്. പക്ഷെ അതൊന്നും അവര് കാര്യമാക്കണം. അവര് പറഞ്ഞ എത്രക്ക് ഇതുണ്ടെങ്കിലും നിങ്ങൾ എങ്ങനെ നിയമം കയ്യിലെടുക്കാം. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ മയക്കുമരുന്ന് കൊടുത്തു കൂടുതൽ ഡോസായി പോയതുകൊണ്ടാണ് അദ്ദേഹം മരിക്കുന്നത്, യമൻ പൗരൻ മരിക്കുന്നത്. അതിനുശേഷം വെപ്രാളപ്പെട്ട് കാണിച്ചാണ് വെട്ടി നുറുക്കി ആ വെള്ള ടാങ്കിൽ കൊണ്ടുവന്നിട്ടാണ് കൂടുതൽ കേസിന് വളരെ മോശം സ്ഥിതിയിലേക്ക് എത്തിച്ചത്. അല്ലാതെ വേറെ പറയുന്ന പോലെയുള്ള കാര്യങ്ങള്. പക്ഷെ തലാലിന്റെ കുടുംബം പറയുന്നത് എത്ര മോശം ആളാണെങ്കിലും ആയിക്കോട്ടെ, എന്തിന് ഇങ്ങനെ കൊന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അവരുടെ കുടുംബം മാപ്പ് നൽകണം. മാപ്പ് നൽകുമ്പോൾ തന്നെ ദിയാദാനം എത്രയാണെന്ന് വെച്ച് അവര് സംസാരിച്ചിട്ട് അവര് പറയണം ഇത്ര ധനം നൽകണമെന്നൊക്കെ പറഞ്ഞു. അത് ഇതുവരെയും പറഞ്ഞിട്ടില്ല, അത് ഒന്നും സംസാരിച്ചിട്ട് പോലില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കിഴക്കമ്പലത്ത് നിന്ന് അമ്മ നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി ഇന്ന് യമനിലേക്ക് പോയത്. കൂടെ നമ്മുടെ സാമുൽ ജെറോം, അവിടുത്തെ ബിസിനസ് സാമുൽ ജെറോം കൂടെ പോയിട്ടുണ്ട്. അമ്മ ഇപ്പോഴും അവരമ്മ കിഴക്കമ്പലത്ത് ഒരു വീട്ടിൽ ജോലിക്ക് പോവുക. അവരമ്മ ഇന്ന് യമനിലേക്ക് പോണതിന് മുമ്പ് തന്റെ മകളെ കാണാനും വധശിക്ഷയിൽ നിന്ന് എങ്ങനെയാണെങ്കിലും അവരുടെ മറ്റേ തലാൽ കുടുംബത്തോട് കാല് പിടിച്ചിട്ടാണെങ്കിലും മോളുടെ മോചനത്തിന് വേണ്ടി അപേക്ഷിക്കുമെന്നും മോളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള ഒറ്റ രീതിയിലാണ് അവരുടെ അമ്മ ഇന്ന് യമനിലേക്ക് യാത്ര തിരിക്കുന്നത്. നിമിഷപ്രിയയുടെ കാര്യത്തിൽ യൂസഫ് അലി പോലുള്ള ആളുകൾ ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് പേര് കാര്യങ്ങൾ ഇതിനു വേണ്ടി ശ്രമിക്കാതെ ഒന്നും ഇരിക്കുന്നില്ല. പക്ഷെ യമനിൽ താമസിക്കുന്ന ഈ തലാലിന്റെ കുടുംബം നിമിഷപ്രിയയോട് ക്ഷമിക്കുന്നു എന്ന് പറയണം, മാപ്പ് നൽകണം. എന്നാൽ മാത്രം ബാക്കി കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാനാവും. ഇതിനിടയിൽ ഒരു കാര്യം കൂടി ചേർത്ത് വായിക്കാം. നമ്മുടെ അഡ്വക്കേറ്റ് ദീപ സുരേഷ് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അവിടുത്തെ അഭിഭാഷക ഫേസ്ബുക്കില് പറഞ്ഞ കാര്യങ്ങൾ കൂടി കൂട്ടത്തിൽ ചേർത്ത് പറയാം. പ്രിയരെ, നിമിഷയ്ക്ക് വേണ്ടി അവളുടെ മോചനത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിച്ചിരുന്നു എന്നറിയാവുന്ന പലരുടെ ചോദ്യങ്ങൾക്കുള്ള എന്റെ മറുപടി. സന ജയിലിലെ നിമിഷപ്രിയയെ കുറിച്ച് ഞാൻ അറിയുന്നത് 2019 ഒടുവിൽ എന്റെ കയ്യിൽ ഒരു കിട്ടിയ പേപ്പർ കട്ടിങ്ങിൽ നിന്നായിരുന്നു. പിന്നീട് ഞാൻ നിമിഷയുടെ അമ്മേനെ കണ്ടു, അതായത് നമ്മുടെ പ്രേമകുമാരി
വീട്ടിൽ ജോലി ചെയ്യുന്ന കിഴക്കമ്പലത്തിൽ വീട്ടിൽ ജോലി ചെയ്യുന്ന പ്രേമകുമാരിയെ കണ്ടു. അവരുടെ ഭർത്താവിനെ ടോമിയെ കണ്ടെത്തി മകളോട് സംസാരിച്ചു. അങ്ങനെ അതിനിടയിൽ ജയിലിൽ കിടക്കുന്ന നിമിഷയോട് സംസാരിച്ച് ഓരോരുത്തരുടെ വാക്കുകൾ കേട്ടിട്ടുണ്ട്. സുപ്രീം കോടതി, അതായത് യമനിലെ സുപ്രീം കോടതി 2023 കുറച്ച് മുമ്പ് തെറ്റിപ്പോയത്. 2020 ഒക്ടോബർ ആദ്യവരമാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകിയത്. ഇനിയൊരു പ്രീ നെഗോഷിയേഷൻ ചർച്ച നടന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നമുക്കത് ശ്രമിക്കാമായിരുന്നു. ഇത് അതുവരെ നടന്നിട്ടില്ല. കുടുംബവും, അതായത് യമനിലെ തലാലിന്റെ കുടുംബവും ഗോത്ര തലവന്മാരുമായുള്ള പ്രീ ആൻഡ് നെഗോഷിയേഷൻ ചർച്ചകളിൽ നിന്ന് മാത്രമേ ബ്ലഡ് മണി സ്വീകരിക്കോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുന്നു. അവിടെ നമുക്കൊന്നും, സാധാരണക്കാരായ ആൾക്കാർക്കൊന്നും അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതില് നിമിഷപ്രിയയുടെ അമ്മയ്ക്കും കുടുംബത്തിനോ പുറത്തൊന്നും മറ്റുള്ള ആർക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ പറ്റില്ല. മാധ്യമങ്ങൾ തെറ്റായ വാർത്തയാണ് പ്രചരിപ്പിക്കുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, കുറച്ചു മുമ്പ് നിമിഷപ്രിയയുടെ ഇത് പോസ്റ്റുകൾ, മറ്റേ അബ്ദുൾ റഹീമിന്റെ കാര്യത്തിൽ വന്നപ്പോ ഉള്ള ഇത് പോസ്റ്റ് വന്നപ്പോ അതിന്റെ അകത്തുള്ള നിമിഷപ്രിയയുടെ ഇതില് കമന്റുകൾ വന്നു, മോശമായ കമന്റുകൾ വന്നത് കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരെയും രക്ഷിക്കേണ്ടതുണ്ട്. ഒരു രാജ്യത്ത് പോയി അകപ്പെട്ട് ഒരാളുടെ ക്രിമിനലിൽ ഇത് അകപ്പെട്ടു പോയതാണ്. അവിടുന്ന് രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിൽ കാണിച്ചു കൂട്ടിയ ഒരു ഇതായിട്ടാണ് ഇത് തോന്നുന്നത്. കൊലപാതകവും നല്ല ഒരു മയക്കുമരുന്ന് കൊടുത്തിട്ട് അവിടുന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ട് പാസ്പോർട്ട് തട്ടിയെടുത്ത് അവിടുന്ന് എടുത്തിട്ട്, സ്വന്തം പാസ്പോർട്ട് എടുത്തിട്ട് രക്ഷപ്പെടണം എന്നുള്ള രീതിയിലാണ് അവര് ആ ഇത് ചെയ്തത്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ അയാളെ കല്യാണം കഴിച്ച ആളുടെ സ്വത്തുക്കൾ എടുക്കണമെന്നൊന്നുമില്ല. ജീവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തിയാൽ മതിയെന്നും പറഞ്ഞുള്ള ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു യുവതി ആ ചെയ്തു പോയ പ്രവൃത്തിയാണത്. ശരിയാണ്, ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല, കൊലപാതകത്തെയോ ഇതൊന്നും ന്യായീകരിക്കുന്നില്ല. അവർ ഇതിനിടയിൽ നിമിഷപ്രിയ പോലീസ് കംപ്ലൈന്റ് കൊടുത്തായിരുന്നു, ഇദ്ദേഹത്തിനെതിരെ പോലീസ് കംപ്ലൈന്റ് കൊടുത്തായിരുന്നു. അവിടുന്ന് രക്ഷപ്പെട്ടു വന്നിട്ട് തിരിച്ച് മർദ്ദനം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ കേസിന്റെ അകത്ത് ഉണ്ടായിരുന്ന സംഭവങ്ങളാണ്. നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ചു കഴിഞ്ഞാൽ വാർത്തകളിലൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അല്ലാതെ നിമിഷപ്രിയ ഭയങ്കരമായിട്ട് തെറ്റ് ചെയ്തൊന്നും പറയാൻ പറ്റും. പക്ഷെ ഈ കൊലപാതകമൊന്നും ഞാൻ ന്യായീകരിക്കുന്നില്ല. അപ്പൊ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വിദ്വേഷ പ്രചരണങ്ങൾ നടത്താതിരിക്കുക. നിങ്ങൾ അങ്ങനെ നടത്തുന്നവരുടെ ഇരയാവാതിരിക്കുക. ഒരു ജീവനാണ്. നമ്മൾ പറയുന്ന പോലെ ഒരു അമ്മയുടെ മോളുടെ ജീവന് വേണ്ടി നെട്ടോട്ടത്തിലാണ്. അതുപോലെ തന്നെ ഒരു മകള് അമ്മയ്ക്ക് വേണ്ടി ഉള്ള പ്രാർത്ഥനയിലാണ്. അവരുടെ ഇതുകൂടി മനസ്സിലാക്കുക. നമുക്ക് വേണമെങ്കിൽ കഥ എന്ത് വേണേലും പറഞ്ഞുണ്ടാക്കാം. പക്ഷെ ജീവന് വേണ്ടിയിട്ടാണ് ഇവര് കുറെ നല്ല ആളുകൾ ഇതിനു വേണ്ടി പ്രയത്നിക്കും. ഇതിനിടയില് നമ്മൾ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൂടി കൂടുതലായിട്ട് അവരെ ഉപദ്രവിക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും നമസ്കാരം.